ഹായ് ആൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ പേര് വരുന്നത് ദ 7 ഏജസ് ഓഫ് മാൻ എന്നാണ്. അപ്പൊ ഈ പേര് പറയുന്നത് പോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിനെ 7 സ്റ്റേജസ് ആയിട്ടാണ് വില്യം ഷേക്സ്പിയർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. Life keeps on changing and we take on different roles as we grow older. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്തോറും നമ്മൾ പല പല റോൾസ് ആണ് എടുക്കുന്നത്. ഡു യു എഗ്രി? തിങ്ക് ഓഫ് യുവർ ലൈഫ് സോ ഫാർ. വാട്ട് ആർ ദ റോൾസ് ദാറ്റ് യു ഹാവ് പ്ലേഡ്? നിങ്ങളുടെ ജീവിതം തന്നെ എടുക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ റോൾസ് ആണ് പ്ലേ ചെയ്തിട്ടുള്ളത്? വാട്ട് സ്റ്റേജസ് ഓഫ് ലൈഫ് ഡു യു തിങ്ക് യു ആർ ഇൻ നൗ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്? ലെറ്റ്സ് സീ ഹൗ ഷേക്സ്പിയർ ഡിസ്ക്രൈബ്സ് ദ ജേർണി ഓഫ് ലൈഫ്. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെയാണ് ഷേക്സ്പിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ 7 ഏജസ് ഓഫ് മാൻ. All the world's a stage and all the men and women merely players. ഇവിടെ എന്താ ഷേക്സ്പിയർ പറയുന്നത്? ഈ ലോകം തന്നെ ഒരു സ്റ്റേജ്, ഒരു നാടകം പോലെയാണ് ഷേക്സ്പിയർ പറയുന്നത്. ആൻഡ് ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. അങ്ങനെയാണെങ്കിലോ ഈ ലോകത്തിലെ മെൻ ആൻഡ് വിമൻ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ എന്താണ്? അവർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളാണ്, പ്ലേയേഴ്സ് ആണ്. ദേ ഹാവ് ദെയർ എക്സിറ്റ്സ് ആൻഡ് ദെയർ എൻട്രൻസസ്. നാടകത്തിലെ ഓരോ കഥാപാത്രങ്ങൾ വന്നു പോകുന്നത് പോലെ അവരുടെ ജീവിതത്തിലും ഒരു എക്സിറ്റും അതുപോലെ തന്നെ എൻട്രൻസും ഉണ്ട്. അപ്പൊ ഇവിടെ ഷേക്സ്പിയർ എന്താണ് പറയുന്നത്? ഒരു സ്റ്റേജിൽ അരങ്ങേറുന്ന ഒരു നാടകം പോലെയാണ് മനുഷ്യന്റെ ജീവിതം. ഈ വേൾഡ് ഒരു സ്റ്റേജ് ആണെങ്കിൽ ആ നാടകത്തിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് ഇവിടുത്തെ ഓരോ മനുഷ്യരും. നാടകത്തിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ അവർക്ക് കടന്നു വരാനും അതുപോലെ തന്നെ പോകാനുമായിട്ട് എക്സിറ്റും എൻട്രൻസും ഉണ്ട്. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ടൈം പ്ലേസ് മെനി പാർട്സ്, ഹിസ് ആക്ട്സ് ബീങ് 7 ഏജസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കുറെ ഭാഗങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അതാണ് ഈ 7 ഏജസ്, 7 ഭാഗങ്ങൾ അല്ലെങ്കിൽ 7 റോൾസ് ആണ് മനുഷ്യനുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ഇനി പറയാൻ പോകുന്നത്. അറ്റ് ഫസ്റ്റ് ദ ഇൻഫന്റ് mewling and puking in the nurse's arms, and then the whining schoolboy with his sachet and shining morning face creeping like snail unwilling to school. അപ്പൊ ഇവിടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഫൻസി ആണ് അല്ലെ? ഒരു കുട്ടി ജനിച്ച ഉടനെ ഒരു ഇൻഫന്റ് ആയിരിക്കുന്ന സ്റ്റേജ് ആണ് ഇവിടെ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ആ സ്റ്റേജിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നഴ്സസ് ആംസ്. നമ്മളെ നോക്കുന്നവരുടെ കയ്യിലിരുന്നിട്ട് കരയുകയും വാശി പിടിക്കുകയും അതുപോലെ തന്നെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഫന്റ് ആയിട്ടാണ് മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റേജ് വരുന്നത്. ഇനി അടുത്ത സ്റ്റേജ് ഏതാണ്? ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാഷൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ആണ്. സ്കൂളിലേക്ക് പോകുന്ന ഒരു ബോയിനെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ ഷേക്സ്പിയർ കാണിക്കുന്നത്. ഇവിടെ പറയുന്നത് വൈനിങ് സ്കൂൾ ബോയ് എന്നാണ്. എപ്പോഴും സ്കൂളിൽ പോകാനായിട്ട് മടി പിടിച്ച് എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുന്ന സ്കൂൾ ബോയ്. അവന്റെ ബാഗൊക്കെ ഇട്ടിട്ട് ഒരു ഷൈനിങ് മോർണിംഗ് ഫേസിൽ നിൽക്കുന്ന ബോയ് ആണ്. പക്ഷെ അവന് സ്കൂളിൽ പോകാൻ മടിയായിട്ട് ഒരു ഒച്ചിനെ പോലെ ഇഴയുകയാണ്. ക്രീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇഴയുക എന്നാണ് അർത്ഥം. അപ്പൊ ഒരു ഒച്ചിനെ പോലെ സ്കൂളിലേക്ക് പോകാൻ മടിയായിട്ട് ഇഴയുന്ന ഒരു ബോയിനെയാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? And then the lover, sighing like a furnace with a woeful ballad made to his mistress' eyebrow. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ലവർ ബോയ് ആയിട്ടാണ്, ഒരു ടീനേജ് ആണ് ഇവിടെ ഷേക്സ്പിയർ കാണിച്ചിരിക്കുന്നത്. സൈങ് ലൈക്ക് ഫേർണസ്. സൈങ് ലൈക്ക് ഫേർണസ്. ഫേർണസ് എന്ന് പറഞ്ഞാൽ ചൂള എന്നാണ് അർത്ഥം. സൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം നെടുവീർപ്പിടുന്നതിനെയാണ് പറയുന്നത്. അപ്പൊ അത്രയും ചൂടുള്ള നെടുവീർപ്പിടുന്ന ഒരു ലവർ ബോയ് ആയിട്ടാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. വിത്ത് എ വോഫുൾ ബാലഡ് മെയ്ഡ് ടു ഹിസ് മിസ്ട്രസ് ഐബ്രോ. ഒരു വിലാപകരമായിട്ടുള്ള വിഷമിക്കുന്ന ഒരു ബാലഡ് അവന്റെ ലവറിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ബോയെയാണ് അടുത്ത സ്റ്റേജിൽ കാണാൻ പറ്റുക. ബാലഡ് എന്ന് പറഞ്ഞാൽ വലിയ കവിതകളെയാണ് പറയുന്നത്, വീരഗാഥ എന്നൊക്കെ പറയില്ലേ. അപ്പം തന്റെ ലവറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയം എഴുതുന്ന ഒരു ലവർ ബോയിനെയാണ് അടുത്ത സ്റ്റേജിൽ ഷേക്സ്പിയർ കാണിക്കുന്നത്. Then a soldier full of strange oaths and bearded like the bard, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അടുത്ത സ്റ്റേജിൽ ഈ ലവർ ബോയ് വളർന്ന് വലുതായിട്ട് ഒരു സോൾജർ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ആ സോൾജറിൻ്റെതായിട്ടുള്ള എനർജി നമുക്ക് ഈ സ്റ്റേജിൽ കാണാനായിട്ട് പറ്റും. ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ്, സ്ട്രേഞ്ച് ആയിട്ട് ഉള്ള പ്രതിജ്ഞ, സത്യപ്രതിജ്ഞകളൊക്കെ എടുക്കുന്ന ഒരു പ്രായമാണിത്. ഇവിടെ തനിക്ക് അത്രയും പക്വതയായി എന്ന് കാണിക്കാനായിട്ടാണ് ഈ മനുഷ്യൻ ഈ സ്ട്രേഞ്ച് ഓട്സ് ഒക്കെ എടുക്കുന്നത്. ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാർഡ്. പുള്ളിപ്പുലിയെ പോലെയാണ് ഇവിടെ താടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ പുള്ളിപ്പുലിയുടെ പോലെ അത്രയും പരുക്കമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ സ്റ്റേജിൽ വരുന്നത്. ജലസ് ഇൻ ഓണർ, സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. ഇവിടെ ജലസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ ജാഗ്രത എന്നാണ്. അപ്പൊ തന്റെ അഭിമാനം അല്ലെങ്കിൽ ഓണർ സംരക്ഷിക്കാനായിട്ട് അത്രയും ജാഗ്രതയുള്ള ആളാണ് ഈ സ്റ്റേജിലെ സോൾജർ. സഡൻ ആൻഡ് ക്വിക്ക് ഇൻ ക്വാറൽ. വഴക്കിലാണെങ്കിലും അത്രയും പെട്ടെന്ന് സഡൻ ആയിട്ടും ക്വിക്കായിട്ടും റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്.
സീക്കിംഗ് ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ ദ കാനൺസ് മൗത്ത്. കാനൺ എന്ന് പറഞ്ഞാൽ പീരങ്കി എന്നാണ് അർത്ഥം. അപ്പൊ പീരങ്കിയുടെ മുന്നിൽ, പീരങ്കിയുടെ വായിൽ പോലും ബബിൾ റെപ്യൂട്ടേഷൻ ആണ് അവിടെ അന്വേഷിച്ചു പോകുന്നത്. ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നീർക്കുമിളയാണ് അല്ലെ. നീർക്കുമിളയുടെ ആയുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കാര്യമാണ് നീർക്കുമിള, ഒരു ബബിൾ എന്ന് പറയുന്നത്. അപ്പം ഒരു നീർക്കുമിളയുടെ പോലെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അത്രയും ചെറിയ ഒരു പ്രശസ്തി, ഒരു ഫെയിമിന് വേണ്ടിയിട്ട് ഒരു പീരങ്കിയുടെ മുമ്പിൽ ചെല്ലാൻ പോലും മടിക്കാത്ത ഒരു പ്രായമാണ് ഇവിടെ സോൾജറിന്റെ. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയും സഡൻ ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള എന്തൊരു അഡ്വഞ്ചറിനും മുതിരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. അടുത്തത് ഏത് സ്റ്റേജ് ആണ്? And then the justice, in fair round belly with good cap and lined, with eyes severe and beard in formal cut, full of wise sows and modern instances, and so he plays his part. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ജസ്റ്റിസ് ആയിട്ട്, കുറച്ചുകൂടി നീതിമാനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ സോൾജർ മാറുന്നത്. ഇൻ ഫെയർ റൗണ്ട് ബെല്ലി വിത്ത് ഗുഡ് ക്യാപ്പ് ആൻഡ് ലൈൻഡ്. ഇപ്പൊ ഇവിടെ ക്യാപ്പ് ആൻഡ് ലൈൻഡ് എന്ന് പറഞ്ഞാൽ കോഴിയിറച്ചി കഴിച്ചിട്ട് തടിച്ച വയറെന്നാണ് അർത്ഥം. അപ്പൊ അത്രയും റൗണ്ട് ആയിട്ടുള്ള വട്ടത്തിലുള്ള കുടവയറൊക്കെ ആയി കോഴിയിറച്ചി കടിച്ച് നല്ല തടിച്ചൊരു ശരീരവുമായിട്ട്, വിത്ത് ഐസ് സിവിയർ ആൻഡ് ബിയർഡ് ഓഫ് ഫോമൽ കട്ട്. സിവിയർ ആയിട്ടുള്ള കണ്ണുകളും ഫോമൽ കട്ടാണ് ഇപ്പൊ താടി. നേരത്തെ നമ്മൾ പറഞ്ഞു ലിപ്പേർഡിന്റെ പോലെയാണ്, ഇവിടെയാണെങ്കിൽ ഫോമൽ കട്ടാണ്. ഫുൾ ഓഫ് വൈസ് സോസ് ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്. ഇവിടെ എന്താണ് പ്രത്യേകത? വൈസ് സോസ് ആണ്, അതായത് ജ്ഞാനാണ് കൂടുതൽ ആളുകളിലേക്ക് പകരുന്നത്. ആൻഡ് മോഡേൺ ഇൻസ്റ്റൻസസ്, എന്നാൽ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയും അറിവുള്ള ഒരാളാണ്. സോ ഹി പ്ലേസ് ഹിസ് പാർട്ട്. അപ്പൊ നേരത്തെ കണ്ട എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോൾജറിൽ നിന്ന് ഇപ്പൊ കുറച്ചുകൂടി നീതിമാനും എന്നാൽ ജ്ഞാനമൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് തടിച്ച ശരീരവുമായിട്ട് ഇരിക്കുന്ന ആളായിട്ടാണ് മനുഷ്യനെ ഷേക്സ്പിയർ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് നോക്കാം. The 6th age shifts into the lean and slippered pantaloon with spectacles on nose and pouch on side. His youthful horse well saved a world too wide for his shrunk shank, and his big manly voice turning again toward childish treble, pipes and whistles in his sound. ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ സ്റ്റേജിൽ കൂടെ വയറൊക്കെയായിട്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ വളരെ തിന്നായിട്ട് ലീനായിട്ട് മാറിയിരിക്കുകയാണ്, അത്രയും ക്ഷീണിതനായി മാറിയിരിക്കുകയാണ്. 6th ഏജിലാവുമ്പോൾ ലീൻ ആൻഡ് സ്ലിപ്പേർഡ് പാന്റലൂൺ, എന്താണ്? ലീനായിട്ട് ഒരു പാന്റലൂൺ ഒക്കെ ധരിച്ച്, വിത്ത് സ്പെക്ടക്കിൾസ് ഓൺ നോസ് ആൻഡ് പൗച്ച് ഓൺ സൈഡ്, എന്താണ്? കണ്ണിൽ കണ്ണട വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ പൗച്ചും തൂക്കിയിട്ടിട്ടുണ്ട്. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് well saved a world too wide for his shrunk shank. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കാലുറ, സ്റ്റോക്കിങ്സ് എന്നാണ് അർത്ഥം. ഇപ്പൊ ആ സ്റ്റോക്കിങ്സ് ഒക്കെ അദ്ദേഹത്തിന് വളരെ ലൂസാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കാലുകൾ ഇപ്പൊ വളരെ ഷ്രിങ്കായി, ചുരുങ്ങിയിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഹിസ് യൂത്ത്ഫുൾ ഹോഴ്സ് വെൽ സേവ്ഡ് എ വേൾഡ് ടു വൈഡ് ഫോർ ഹിസ് ഷ്രങ്ക് ഷാങ്ക്. ഷാങ്ക് എന്ന് പറഞ്ഞാൽ കണങ്കാൽ എന്നാണ് അർത്ഥം. അപ്പൊ കണങ്കാലൊക്കെ ചുരുങ്ങിയിട്ടിരിക്കുകയാണ്. ആൻഡ് ഹിസ് ബിഗ് മാൻലി വോയിസ് ടേണിംഗ് അഗെയിൻ ടുവേർഡ്സ് ചൈൽഡിഷ് ട്രബിൾ, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ മാൻലി വോയിസ്, ആ പരുക്കമായിട്ടുള്ള പൗരുഷമുള്ള ശബ്ദം ഇപ്പൊ വീണ്ടും ഒരു ചൈൽഡിഷ് ട്രബിളിലേക്ക് മാറിയിരിക്കുകയാണ്. കുട്ടികളെ പോലെ അത്രയും പിച്ചിൽ, അത്രയും ഉറക്കെയുള്ള സ്വരമായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത സ്റ്റേജ് ആണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ 7th സ്റ്റേജ് ആയിട്ട് വരുന്നത്. Last scene of all that ends this strange eventful history is second childishness and mere oblivion, sans teeth, sans eyes, sans taste, sans everything. ഇതാണ് അവസാനത്തെ സ്റ്റേജ്. അവസാനത്തെ സ്റ്റേജാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ഹിസ്റ്ററിയെ അവസാനിപ്പിക്കുന്ന സ്റ്റേജ്. ഈ സ്റ്റേജിൽ എന്താണ് പ്രത്യേകത? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ചൈൽഡിഷ്നെസ്. മനുഷ്യൻ വീണ്ടും ചൈൽഡ്ഹുഡിലേക്ക് പോവാണ്. ഒരു കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ സ്റ്റേജിലേക്ക് ഇപ്പൊ തിരിച്ചു പോവാണ്. അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ആൻഡ് മിയ ഒബ്ലീവിയൻ. ഒബ്ലീവിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറവിയാണ്. അത്രയും പ്രായമായി, അത്രയും മറവിയായി, കൊച്ചുകുട്ടികളെ പോലെയാണ് ഇപ്പൊ മനുഷ്യനാവുന്നത്. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. എന്താണ്? സാൻസ് എന്ന് പറഞ്ഞാൽ ഇല്ല, വിത്തൗട്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തത്? പല്ലില്ല, കണ്ണിന് കാഴ്ചയില്ല, രുചി അറിയുന്നില്ല, അങ്ങനെ എല്ലാം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് മനുഷ്യൻ തിരിച്ചു പോകുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നോ മനുഷ്യൻ ജനിച്ചത് ആ രീതിയിലേക്ക് തിരിച്ച് സെക്കൻഡ് ചൈൽഡ്ഹുഡിലേക്ക് മടങ്ങി പോവാണ്. അപ്പൊ ഇതാണ് മനുഷ്യൻ പ്ലേ ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ സ്റ്റേജ്, അല്ലെങ്കിൽ അവസാനത്തെ ഒരു സീനായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഷേക്സ്പിയർ മനുഷ്യന്റെ ജീവിതത്തെ 7 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ചോദ്യം വരുന്നത്, ഹൗ ഈസ് ഇൻഫാൻസി ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ്ഡ്? വാട്ട് ആർ ദ ആക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇൻഫൻസിയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ആ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. Infancy is described as a stage of helplessness where the baby cries and vomits in the nurse's arms. The child is completely dependent and shows vulnerability.
ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കംപ്ലീറ്റ് ഹെൽപ്ലെസ്നെസ് ആണ്, നിസ്സഹായാവസ്ഥയാണ്, സ്വയം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലേ കുട്ടികൾക്ക്. അപ്പൊ എങ്ങനെയാണ്? നഴ്സിന്റെ കയ്യിൽ ഇരുന്നിട്ട് കരയുകയും വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഇൻഫൻസി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ നഴ്സസ് ആംസ് എന്ന്. അപ്പൊ ഈ സ്റ്റേജിൽ കുട്ടി കംപ്ലീറ്റ് ആയിട്ടും ഒരാളിൽ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിത്ത് വിച്ച് ഏജ് മെൻഷൻ ഇൻ ദ എക്സ്ട്രാക്ട് ഡു യു ഐഡന്റിഫൈ നൗ, വൈ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് എന്നാണ് ചോദ്യം. ഏതിലാണ്? നിങ്ങളിപ്പോ സ്കൂളിലേക്ക് പോകുന്ന സ്റ്റുഡന്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേജിലാണ് വരുന്നത്. I identify with the school boy stage because I am currently a student. നിങ്ങളിപ്പോ ഒരു വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലാണ് വരുന്നത്. Like the school boy in the poem, I go to school daily, sometimes unwillingly carrying my bag. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഒച്ചിനെ പോലെ ഇഴഞ്ഞ് മടിയോടുകൂടി സ്കൂളിൽ പോകുന്നവരാണ് നമ്മളിൽ എല്ലാവരും അല്ലെ. അപ്പൊ ഇവിടെ സെക്കൻഡ് സ്റ്റേജ് സ്കൂൾ ബോയ് ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, what are the qualities attributed to the soldier? What does he seek? സോൾജറിന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം അന്വേഷിക്കുന്നത് എന്താണ്? ദ സോൾജർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രേവ്, ക്വിക്ക് ടു ആങ്കർ ആൻഡ് ഈഗർ ഫോർ ഓണർ. ഹി സീക്സ് ഷോർട്ട് ലിവ്ഡ് ഫെയിം ഈവൻ റിസ്കിംഗ് ഹിസ് ലൈഫ് ഇൻ ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. ഇപ്പൊ സോൾജറിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേവ് ആയിട്ട്, അത്രയും ധൈര്യശാലിയായിട്ടും എന്നാൽ ദേഷ്യമുള്ള, അവന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനായിട്ട് ജാഗ്രതയോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്താണ് സീക്ക് ചെയ്യുന്നത്? ഷോർട്ട് ലിവ്ഡ് ഫെയിം, ഒരു ബബിളിന്റെ അത്രയും ആയുസുള്ള ഒരു ഫെയിമാണ് അദ്ദേഹം സീക്ക് ചെയ്യുന്നത്. സ്വന്തം ജീവിതം റിസ്കിലാണെങ്കിലും ഒരു പീരങ്കിയുടെ മുമ്പിലാണെങ്കിലും അത്രയും ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ഫെയിമിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം കളയാൻ പോലും, അത്രയും റിസ്ക് എടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള ഒരാളായിട്ടാണ് ഇവിടെ സോൾജറിനെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, ഹൗ ഡസ് ദ റൈറ്റർ ഡിസ്ക്രൈബ് ദ 6th ഏജ് ഓഫ് ലൈഫ്? ഹൗ ഡസ് ദിസ് ഏജ് കോൺട്രാസ്റ്റ് വിത്ത് ദ ഏർലിയർ സ്റ്റേജസ്? ആറാമത്തെ സ്റ്റേജ് എങ്ങനെയാണെന്നാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ സ്റ്റേജുകളിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസമാണ് ഈ ആറാമത്തെ സ്റ്റേജിൽ മനുഷ്യന് വരുന്നതെന്നാണ് ചോദ്യം. ദ 6th ഏജ് ഈസ് മാർക്ഡ് ബൈ ദ ഫിസിക്കൽ ഡിക്ലൈൻ, thin legs, weak voice, and wearing spectacles and loose clothing. This contrasts with earlier stages which are full of energy, ambition, and strong physical traits. അപ്പൊ ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് സ്റ്റേജുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അല്ലെ. മനുഷ്യന്റെ ആരോഗ്യം കുറഞ്ഞു വരികയാണ് അല്ലെ ആറാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും. ആറാമത്തെ സ്റ്റേജിൽ പറയുന്നുണ്ട് തടിയൊക്കെ കുറഞ്ഞ് തിൻ ആൻഡ് ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. കണ്ണില് കണ്ണട വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂസ് ക്ലോത്ത് ആണ് ധരിച്ചിരിക്കുന്നത്, പാന്റിലും ലൂസ് ആണ്. കണങ്കാല് ഷ്രിങ്ക് ആവുന്നുണ്ട്. അപ്പൊ അത്രയും ക്ഷീണിതനായിട്ട് വരികയാണ് മനുഷ്യൻ. അപ്പൊ ഈ സ്റ്റേജ് നേരത്തെ സ്റ്റേജുകളിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നേരത്തെയുള്ള സ്റ്റേജുകൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ബോയ് ആണെങ്കിലും അല്ലെങ്കിൽ ലവർ ബോയ് അല്ലെങ്കിൽ സോൾജർ ഒക്കെ ആണെങ്കിൽ അത്രയും അംബീഷനോട് കൂടിയും അത്രയും എനർജറ്റിക്കും ആയിട്ടാണ് ഇരുന്നത്. എന്നാൽ ഇപ്പോൾ മനുഷ്യന്റെ ആരോഗ്യം ഡിക്ലൈൻ ആയി കുറഞ്ഞു വരികയാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് നോക്കാം. ലെറ്റ്സ് അപ്രിഷിയേറ്റ്. നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പൊ നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ സ്റ്റേജസും ആ സ്റ്റേജിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജസ് എന്തൊക്കെയാണ്, ആ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതാണ് ഈ 4 കോളത്തിൽ വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? ഇൻഫൻസി ആണ് അല്ലെ. ഇൻഫൻസീനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അവിടെ എഴുതണ്ടേ. അപ്പൊ ഇൻഫൻസീനെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നേഴ്സിന്റെ കയ്യിൽ കിടന്ന് കരയുകയും വോമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് ക്രൈങ് ആൻഡ് വോമിറ്റിംഗ് ഇൻ നഴ്സസ് ആംസ്. കീ ഇമേജറി എന്താണ്? ഇമേജ് നഴ്സിന്റെ കയ്യിൽ കിടന്ന് കരയുന്ന ഒരു കുട്ടിയുടെ ഇമേജ് ആണ് അവിടെ വരുന്നത്. മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ നഴ്സസ് ആംസ്. അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത് ഇന്നസെന്റ് ആണ്, വൾണറബിൾ ആൻഡ് നീഡി. ഇന്നസെന്റ് ആണ്, അത്രയും നിഷ്കളങ്കനാണ്. അതുപോലെ തന്നെ വൾണറബിൾ ആൻഡ് നീഡി, മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കുട്ടിയിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്കൂൾ ബോയ് ആണ്. അപ്പൊ അതിനെങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഗോസ് ടു സ്കൂൾ സ്ലോലി വിത്ത് എ ബാഗ് ആൻഡ് എ സാഡ് ഫേസ്. എങ്ങനെയാണ്? വിഷമത്തിൽ മടിയായിട്ട് ഒരു ബാഗും തൂക്കി സ്കൂളിൽ പോകുന്ന ഒരു സ്കൂൾ ബോയ് ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന കീ ഇമേജർ എങ്ങനെയാണ്? ക്രീപ്പിംഗ് ലൈക്ക് സ്നീൽ, വൈനിങ്, സാച്ചൽ. ഇതൊക്കെയാണ് ഈ സ്റ്റേജിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസ്. ഒരു ഒച്ചിനെ പോലെ ഇഴയുന്ന അല്ലെങ്കിൽ എപ്പോഴും കംപ്ലൈൻസ് ഒക്കെ പറയുന്ന ഒരു സാച്ചൽ തൂക്കിയിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് ഈ സ്റ്റേജിൽ ഇമേജറി വരുന്നത്. അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മടിയുണ്ട് അല്ലെ. അപ്പോൾ ലേസി ആണ്, അൺവില്ലിംഗ് ആണ്, എപ്പോഴും കംപ്ലൈനിങ് ആണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലവർ ബോയ് ആണ്. അപ്പൊ എങ്ങനെയാണ്? ബിലവഡിന് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ പാടുന്ന ഒരു ലവർ ബോയ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സിങ്സ് ലവ് സോങ്സ്, സിങ്സ് സാഡ്ലി ഫോർ ഹിസ് ലവ്. അപ്പൊ ഈ സ്റ്റേജിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ എന്താണ്? ഒരു ഫേർണസിന്റെ പോലെ, ഒരു ചൂളയെ പോലെയാണ് നെടുവീർപ്പിടുന്നത്. അത്രയും ചൂട്, അത്രയും എനർജറ്റിക് ആണെന്നാണ്. സൈങ് ലൈക്ക് ഫേർണസ് വിത്ത് എ വോഫുൾ ബാലഡ്.
അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ വരുന്നത് ഇമോഷണൽ ഡ്രീമി ഒക്കെയാണ്. ലവറിനെ പറ്റി ഡ്രീം ചെയ്യുന്ന ഒരു ലവർ ബോയ് ആണ്. അപ്പോൾ റൊമാൻറ്റിക് ആണ്, ഇമോഷണൽ ആണ്, ഡ്രീമി ആണ്. അടുത്തതെന്ന് പറയുമ്പോൾ സോൾജിയർ ആണ് അല്ലെ. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഫൈറ്റ്സ് ക്വിക്ലി, സീക്സ് ഫെയിം, ടേക്സ് ഓത്ത്. ഈ സ്റ്റേജിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓത്ത്, സീക്കിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ, ക്വാറൽ, അതുപോലെ തന്നെ ബിയർഡ് ലൈക്ക് ദ പാഡ് എന്നൊക്കെയാണ്. അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ മനുഷ്യന്റെ ധൈര്യം അല്ലെങ്കിൽ ഒരു അഭിമാനമൊക്കെയാണ്. അപ്പൊ ബ്രേവ് ആണ്, പ്രൗഡ് ആണ്, ക്വിക്ക് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നീതിമാനായിട്ടുള്ള ഒരു ഓൾഡ് മാൻ ആണ്. ബിക്കംസ് വൈസ് ആൻഡ് ഫെയർ വിത്ത് ബിഗ് ബെല്ലി. എങ്ങനെയാണ്? ചിക്കനൊക്കെ കഴിച്ച് തടിച്ചിരിക്കുന്ന ഒരു നീതിമാനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അടുത്ത സ്റ്റേജിൽ വരുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഇമേജസ് എന്ന് പറയുന്നത് റൗണ്ട് ബെല്ലി, വൈസ് സോസ്, സിവിയർ ഐസ്, ഫോമൽ കട്ട്. റൗണ്ട് ബെല്ലിയാണ്, പിന്നെ വൈസ് ആയിട്ടുള്ള ജ്ഞാനമൊക്കെ പറയുന്നു, സിവിയർ ഐസ് ആണ്, പിന്നെ ഫോമൽ കട്ട് ബിയർഡ് ആണ്. ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ജ്ഞാനിയാണ്, റെസ്പെക്റ്റഡ് ആണ്, വൈസ് ആണ്, റെസ്പെക്റ്റഡ് ആണ്, സീരിയസ് ആണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചുകൂടി ക്ഷീണിതനായി, തിന്നായി, കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനായിട്ട് മാറുകയാണ്. തിൻ, വെയേഴ്സ് ഗ്ലാസസ്, സ്പീക്സ് ഇൻ ഹൈ പിച്ച്ഡ് വോയിസ്. അപ്പോൾ ഒരു കുട്ടിയുടെ ശബ്ദം പോലെ വീണ്ടും ശബ്ദം ഹൈ പിച്ചായിട്ട് മാറുകയാണ്. മാൻലി വോയിസ് ഒക്കെ അവിടെ മാറി. അപ്പോൾ ഇവിടുത്തെ ഇമേജസ് എന്ന് പറയുന്നത് സ്ലിപ്പേർഡ് പാൻറ്റലൂൺസ്, സ്പെക്ടിക്കിൾ ഓൺ നോസ്, പൈപ്സ് ആൻഡ് വിസിൽസ്. ഇതൊക്കെയാണ് ഈ സ്റ്റേജിലെ ഇമേജസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? മനുഷ്യൻ കുറച്ചുകൂടി വീക്ക് ആയിട്ട് വരികയാണ് അല്ലെ. വീക്കാണ്, ഫൊഗറ്റ്ഫുൾ ആണ്, വീണ്ടും ചൈൽഡിഷ് ആണ്. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് റിസംബ്ലിംഗ് ഇൻഫൻസി ആൻഡ് മാർക്ഡ് ബൈ ഡിപ്പെൻഡൻസി. അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇൻഫൻസി പോലെ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടുത്തെ ഇമേജസ് എന്ന് പറയുന്നത് സാൻസ് ടീത്ത്, സാൻസ് ടേസ്റ്റ്, സാൻസ് ഐസ്, സാൻസ് എവറിത്തിങ്. എന്തൊക്കെയാണ്? കണ്ണ് അല്ലെങ്കിൽ പല്ല്, ടേസ്റ്റ്, അങ്ങനെ എല്ലാം ഇല്ലാത്ത അവസ്ഥയാണ് വരുന്നത്. അപ്പൊ വീണ്ടും ഇൻഫൻസിയാണ് കാണിക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിച്ച് ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ ഈ സ്റ്റേജിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റ്, ഹെൽപ്ലെസ് ആൻഡ് ഫൊഗറ്റ്ഫുൾ. മറവി എപ്പോഴും വരുന്ന ഒരു പ്രായമാണ്. ഇങ്ങനെയാണ് ഓരോ സ്റ്റേജിലും ഡിസ്ക്രിപ്ഷനും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസും പിന്നെ ആ സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഓരോ സ്റ്റേജിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ബി, after completing the table, discuss the points and write a brief paragraph summarizing the central theme of the extract with the help of the guidelines given below. നമ്മൾ നേരത്തെ കണ്ട ടേബിൾ ഫില്ല് ചെയ്തു. അതിനുശേഷം ഓരോ സ്റ്റേജസിനെ പറ്റിയും അല്ലെങ്കിൽ ഈ എക്സ്ട്രാക്റ്റിന്റെ ഒരു മെയിൻ തീം എന്താണ്, ആശയം എന്നതിനെ പറ്റിയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ അതിൽ പറയുന്നത്? ദ 7 Ages of Man written by Dash is taken from the play As You Like It. അപ്പൊ ഇവിടെ ഏതാ വരേണ്ടത്? ഡാഷ്. ആരാണ് എഴുതിയത്? ഷേക്സ്പിയർ ആണ്. അപ്പൊ അവിടെ വരേണ്ടത് The 7 Ages of Man written by William Shakespeare is taken from the play As You Like It. വില്യം ഷേക്സ്പിയറിന്റെ As You Like It എന്ന് പറയുന്ന നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് The 7 Ages of Man. In this extract, the world is compared into a stage. ഈ ഭാഗത്തില് ഈ ലോകത്തിനെ തന്നെ ഒരു നാടകവും ഒരു സ്റ്റേജ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. The extract outlines ഡാഷ് സ്റ്റേജസ് ഓഫ് ഡാഷ്. ഇനി പറയുന്നത് എന്താണ്? ഈ എക്സ്ട്രാക്റ്റില് മനുഷ്യന്റെ ജീവിതത്തിലെ ഇത്ര സ്റ്റേജസ് ആണ് കാണിക്കുന്നതെന്നാണ്. പിന്നെ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ സെൻട്രൽ തീം, ഇതിൽ പറയുന്ന ആശയം എന്തൊക്കെയാണെന്ന് നോക്കാം. ദ 7 Ages of Man written by William Shakespeare is taken from the play As You Like It. In this extract, the world is compared to a stage. The extract outlines 7 stages of man's life. In the first stage, ആദ്യത്തെ സ്റ്റേജിൽ an infant cries and needs care. ആദ്യത്തെ സ്റ്റേജിൽ ഒരു ഇൻഫന്റ് കരയുകയാണ്, അതുപോലെ തന്നെ എന്താണ് ആവശ്യം? ശ്രദ്ധയാണ് ആവശ്യം. Then follows childhood. അതിനുശേഷം എന്താ വരുന്നത്? ചൈൽഡ്ഹുഡ് ആണ്. Where the boy unwillingly goes to school. ആ സ്റ്റേജിൽ മടിയോട് കൂടിയിട്ട് സ്കൂളിൽ പോകുന്ന ഒരു സ്കൂൾ ബോയ് ആയിട്ടാണ് വരുന്നത്. In the lover stage, he is full of emotions. അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ ലവർ ബോയ് ആയിട്ടാണ്. അവിടെ ഫുൾ ഓഫ് ഇമോഷൻസ് ആണ്, റൊമാൻറ്റിക് ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അത്. അടുത്തത് സോൾജർ ആണ്. ദ സോൾജർ ഈസ് ബ്രേവ് ആൻഡ് അംബീഷ്യസ്. വളരെ ധൈര്യശാലി ആയിട്ടുള്ള ഒരു സോൾജർ ആയിട്ടാണ് അടുത്ത സ്റ്റേജ് വരുന്നത്. ദ ജസ്റ്റിസ് സ്റ്റേജ് റിഫ്ലക്ട്സ് വിസ്ഡം ആൻഡ് അതോറിറ്റി. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന നീതിമാനായിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഈ സ്റ്റേജിൽ അറിവും അതോറിറ്റി, അദ്ദേഹത്തിന്റെ ഒരു പവറും അല്ലെങ്കിൽ ഒരു അറിവൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇൻ ദ ഓൾഡ് ഏജ് സ്ട്രെങ്ത് ആൻഡ് സെൻസസ് ഫെയ്ഡ്. ഓൾഡ് ഏജ് ആവുമ്പോൾ ശക്തിയും അതുപോലെ തന്നെ സെൻസസ് ഒക്കെ കുറഞ്ഞു വരികയാണ്. Finally, man enters second childhood where he is again dependent on others, completing the circle of life.
അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ മനുഷ്യൻ വീണ്ടും സെക്കൻഡ് ചൈൽഡ്ഹുഡ്, രണ്ടാമത്തെ ചൈൽഡ്ഹുഡിലേക്ക് കടക്കുകയാണ്. അവിടെ വീണ്ടും ഒരു കുട്ടിയെ പോലെ മനുഷ്യൻ എല്ലാവരിലും ആശ്രിതനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിന്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇതാണ് വില്യം ഷേക്സ്പിയറിന്റെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന എക്സ്ട്രാക്ടിന്റെ ഒരു മേജർ ഐഡിയ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് എന്ന ഭാഗം നോക്കാം. അതിൽ ആക്ടിവിറ്റി 1 വരുന്നത് റീഡ് ദീസ് ലൈൻസ് ഫ്രം ദ എക്സ്ട്രാക്ട് and then the whining schoolboy with his satchel and shining morning face creeping like snail unwillingly to school. നമ്മുടെ എക്സ്ട്രാക്റ്റിൽ ഒരു വരിയാണ് തന്നിരിക്കുന്നത് അല്ലേ, ആ കുട്ടിയുടെ സ്കൂൾ ബോയ് ആയിട്ടുള്ള ഒരു സ്റ്റേജിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഹിയർ ദ റൈറ്റർ കമ്പയർസ് ദ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നെയിൽസ് സ്ലോ പേസ്. ഇവിടെ എന്താ പറയുന്നത്, ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞ് മടിയോട് കൂടിയിട്ട് സ്കൂളിൽ പോകുന്ന സ്കൂൾ ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ആ കാണിക്കുന്ന മടി അത്രയും പതുക്കെയാണ് പോണേ അല്ലേ, അപ്പൊ അതിനെ ഒരു ഒച്ച് ഇഴയുന്നതായിട്ടാണ് ഇവിടെ കവി കമ്പയർ ചെയ്യുന്നത്. ദ റൈറ്റർ യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. അപ്പൊ ഇവിടെ കമ്പാരിസൺ കാണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ലൈക്ക് ആണ്, ലൈക്ക് എ സ്നെയിൽ. ദിസ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്? അപ്പൊ ഇത് കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇതിനെ പറയുന്നത് സിമിലി എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിമിലി എന്ന്. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that compares two different things using the word like or as. It states that one thing is similar to other. അപ്പൊ ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത് സിമിലി എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ സിമിലി എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ ഒരുപോലെ ഉണ്ട് ഉപമിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമിലി. അപ്പൊ ഇവിടെ ഒച്ചും സ്കൂൾ ബോയ് ആയിട്ട് തമ്മിൽ ഒരു ബന്ധമില്ല അല്ലെ, രണ്ട് ഡിഫറെന്റ് തിങ്സ് ആണ്. പക്ഷെ ഒച്ച് ഇഴയുന്നത് പോലെയാണ് ഈ കുട്ടി മടിയായിട്ട് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അതിനെ കമ്പയർ ചെയ്യാനാണ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ എന്ന് പറയുന്നത്, ഒച്ചിനെ പോലെ ഇഴഞ്ഞ്. അപ്പൊ അവിടെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാക്ക് എന്ന് പറയുന്നത് ലൈക്ക് ആണ്, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ. അതുപോലെ തന്നെ നമുക്ക് ലൈക്കിന് പകരം ആസ് എന്ന വാക്കും ഉപയോഗിക്കാം. അപ്പോൾ ലൈക്ക് ആസ് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് സിമിലി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കവിതകളുടെ ഭംഗി കൂട്ടാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമിലി. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് സിമിലി ഇൻ ദ എക്സ്ട്രാക്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സിമിലി എന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഈ കവിതയിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏത് ഭാഗത്തൊക്കെയാണ് സിമിലി വരുന്നതെന്ന് നോക്കാം. അതിലൊരു വരി വരുന്നത് സൈങ് ലൈക്ക് ഫേർണസ് എന്നാണ്. അപ്പൊ ഇവിടെ ചൂളയെ പോലെയാണ് ആ ലവർ ബോയുടെ നെടുവീർപ്പ്, ശ്വാസം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ചൂള എത്രത്തോളം ചൂടാണോ അത്രയും ഇമോഷൻസ്, അതുപോലെ തന്നെയാണ് ഒരു ലവർ ബോയുടെ മനസ്സും അത്രയും ചൂടായിട്ട് അത്രയും ഇമോഷൻസ് ആണ് ഈ ബോയ്ക്ക് ആ ലവറിനോടുള്ളത് എന്ന് കാണിക്കാനാണ് സൈങ് ലൈക്ക് ഫേർണസ് എന്ന് പറയുന്നത്. അടുത്തത് ബിയേർഡഡ് ലൈക്ക് ദ പാഡ്. എന്താണ്, ഒരു ലെപ്പേർഡിനെ പോലെ ഒരു പുള്ളിപ്പുലിയുടെ പോലെയാണ് സോൾജറിന്റെ ബിയേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ആ സോൾജറിന്റെ ബിയേർഡ് ലെപ്പേർഡിന്റെ ബിയേർഡായിട്ട് കമ്പയർ ചെയ്യാണ്. ഒരു ലെപ്പേർഡിനെ പോലെ അത്രയും ബ്രേവ് ആൻഡ് സ്ട്രോങ് ആണ് ഒരു സോൾജർ എന്ന് കാണിക്കാനാണ് ഇവിടെ ബിയേർഡഡ് ലൈക്ക് ദ പാഡ് എന്ന് കവി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ബിയേർഡഡ് ലൈക്ക് ദ പാഡ്, ലൈക്ക് എന്നുള്ള വാക്കാണ് രണ്ട് ഭാഗത്തും സിമിലിക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ട് ഡിഫറെന്റ് തിങ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് സിമിലി. സിമിലിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ലൈക്കും ആസും ആണ്. ഇനി നമുക്ക് ബി നോക്കാം. കൺസിഡർ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ എക്സ്ട്രാക്ട്. വാട്ട് ആർ ദ 2 തിങ്സ് കമ്പയർഡ് ഹിയർ? അപ്പൊ നമ്മുടെ എക്സ്ട്രാക്ടിന്റെ ആദ്യത്തെ 2 വരികളാണ് ഇനി തന്നിട്ടുള്ളത്. ഓൾ ദ വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ മിയർലി പ്ലേയേഴ്സ്. എന്താ പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ആണ്, ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കഥാപാത്രങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ കവി പറയുന്നത്, ഈ ലോകത്തിനെ ഒരു സ്റ്റേജ് ആയിട്ട് കമ്പയർ ചെയ്യാണ് അല്ലെ, ഈ ലോകം ഒരു സ്റ്റേജ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സിമിലിയെ പോലെ ലൈക്ക് ആസ് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യുന്നില്ല. കമ്പയർസ് ദ വേൾഡ് ടു എ സ്റ്റേജ് വിതൗട്ട് യൂസിങ് ലൈക്ക് ഓർ ആസ്. നേരത്തെ പറഞ്ഞ പോലെ ഓൾ ദ വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ് എന്ന് പറയുന്നില്ല, അതിന് പകരം ഓൾ ദ വേൾഡ്സ് സ്റ്റേജ്, ഈ ലോകം ഒരു സ്റ്റേജ് ആണ് എന്ന് നേരിട്ട് പറയാണ് ചെയ്യുന്നത്. ഹിയർ ദ റൈറ്റർ യൂസസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് കോൾഡ് ദ മെറ്റഫർ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് എ സ്റ്റേജ് ആൻഡ് ദാറ്റ് വി പെർഫോം ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. അപ്പൊ ഇവിടെ കവി ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റഫർ എന്നുള്ളൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇവിടെ കവി പറയുന്നത് എന്താണ്, ഈ ലോകം ഒരു സ്റ്റേജ് ആണ്, ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരു നാടകത്തിലെ കഥാപാത്രങ്ങൾ വരുന്നത് പോലെ വന്ന് അവരുടെ ഭാഗം അഭിനയിച്ചു പോകുന്നു, അങ്ങനെയാണ് പറയുന്നത്. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് ഓഫ് മെറ്റഫർ ഇൻ ദ എക്സ്ട്രാക്ട്. അപ്പൊ ഇനി മെറ്റഫറിന്റെ വേറെ ഏതൊക്കെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറ്റുക നോക്കാം.
കവിതയിലെ മെറ്റഫർ വരുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് ദ ബബിൾ റിപ്പീറ്റേഷൻ ആണ്. ഇപ്പോൾ സോൾജറിന്റെ ലൈഫിലാണല്ലോ ഇത് പറയുന്നത്. ഇപ്പോൾ സോൾജറിന്റെ ലൈഫ് അല്ലെങ്കിൽ ആ ഫെയിം എന്ന് പറയുന്നത് ഒരു ബബിൾ പോലെയാണ്. ഒരു ബബിൾ പൊട്ടിപ്പോവാൻ കുറച്ച് സമയം മതി. അപ്പം ആ ഒരു ഷോർട്ട് സ്പാനിനെയാണ് ബബിൾ റെപ്യൂട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കമ്പാരിസൺ ഓഫ് ഹ്യൂമൻസ് വിത്ത് എ ബബിൾ ദറ്റ് ഫെയ്ഡ്സ് അവേ ആഫ്റ്റർ എ ടൈം. കുറച്ച് സമയം കഴിഞ്ഞാൽ ഫെയ്ഡ് ആയി പോകുന്ന ഒരു ബബിൾ പോലെയാണ് സോൾജറിന്റെ ഈ ഫെയിം എന്ന് പറയുന്നത്. അടുത്തത് ദിസ് സ്ട്രേഞ്ച് ഈവൻഫുൾ ഹിസ്റ്ററി. ഇവിടെ എന്താ പറയുന്നത്? മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ഹിസ്റ്ററിയിലെ ചരിത്രത്തിലെ ഒരു ഭാഗം പോലെയാണ് ഇവിടെ പറയുന്നത്. ഹ്യൂമൻ ലൈഫ് ഈസ് കമ്പയർഡ് ടു എ സ്ട്രേഞ്ച് ഹിസ്റ്റോറിക്കൽ ഈവന്റ്. ചരിത്രത്തിലെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവം പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നാണ് ഇവിടെ ദിസ് സ്ട്രേഞ്ച് ഈവൻഫുൾ ഹിസ്റ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മെറ്റഫർ ഈസ് എ പോയറ്റിക് ഡിവൈസ് that states implicit comparisons without the use of like or as. It asserts that the two things are identical rather than just similar. നേരത്തെ നമ്മൾ സിമിലിയിൽ കണ്ടത് എന്താണ്? രണ്ട് കാര്യങ്ങൾ ഒരുപോലെയാണെന്ന് പറയാനായിട്ട് ലൈക്കും ആസും യൂസ് ചെയ്യുന്നതാണ് അല്ലെ. എന്നാൽ മെറ്റഫറിൽ ലൈക്ക്, ആസ് ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കുന്നില്ല. ഒന്ന് മറ്റൊന്നിനെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം, സിമിലാരിറ്റി പറയുന്നതിന് പകരം രണ്ട് കാര്യങ്ങളും ഐഡന്റിക്കലാണ്, അത് തന്നെയാണ് ഇത് എന്ന് പറയാനായിട്ടാണ് നമ്മൾ മെറ്റഫർ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ഒച്ചിനെ പോലെ ഇഴഞ്ഞ്, ഒച്ചിനെ പോലെ എന്ന് പറയുന്നുണ്ട്. അവിടെ സിമിലാരിറ്റിയാണ് കാണിക്കുന്നത്. പക്ഷേ മെറ്റഫർ വരികയാണെങ്കിൽ ഓൾ ദ വേൾഡ്സ് സ്റ്റേജ്, ഈ ലോകം എന്ന് പറയുന്നത് ഒരു വേദിയാണ് എന്ന് നേരിട്ട് പറയാണ് ചെയ്യുന്നത്. അവിടെ ലൈക്ക് ആസ് ഒരു വേദിയെ പോലെയാണ് അല്ലെങ്കിൽ ഒരു നാടകം പോലെയാണ് എന്ന് പറയുന്നതിന് പകരം അത് ഒരുപോലെയാണ്, ഐഡന്റിക്കൽ ആണ് എന്ന് കാണിക്കാനായിട്ടാണ് മെറ്റഫർ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് സിമിലിയും, മൈ ലവ് ഈസ് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറും ആവാണ്. ആദ്യത്തേതിൽ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ എന്റെ സ്നേഹം ഒരു ചുവന്ന റോസാപ്പൂവിനെ പോലെയാണ് എന്ന് പറഞ്ഞ അവിടെ ഒരു സിമിലാരിറ്റിയാണ് കാണിക്കുന്നത്. റോസ് ഫ്ലവറിനെ പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിമിലാരിറ്റിയാണ് വരുന്നത്, അതിനെ പോലെയാണ് എന്ന് പറയുന്നു. പക്ഷെ മൈ ലവ് ഈസ് റെഡ് റോസ്, സ്നേഹം എന്ന് പറയുന്നത് ഒരു റെഡ് റോസ് ആണ് എന്ന് നേരിട്ട് പറയാണ് മെറ്റഫറിൽ ചെയ്യുന്നത്. അതാണ് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സിമിലിയിൽ എപ്പോഴും രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് ആൻഡ് ആസ് ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കും. മെറ്റഫറിൽ ലൈക്ക് ആസ് ഈ രണ്ട് വാക്കുകളും ഉപയോഗിക്കാതെ ഒന്ന് തന്നെയാണ് മറ്റൊന്ന്, ഒന്നിനെ പോലെയാണ് എന്ന് പറയുന്നതിന് പകരം ഇത് തന്നെയാണ് അത് എന്ന് നേരിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് സിമിലിയും മെറ്റഫറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ആക്ടിവിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ഈ 7 ഏജസ് ഓഫ് മാൻ എന്ന ചാപ്റ്റർ കഴിയാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ചാപ്റ്റർ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.